നമസ്തേ. സന്ദേശമാല കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം. വൃത്തിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ് മലയാളികൾ. ഏതിലും ഒരു വൃത്തി അവർ കാണും. വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങുക, അതുപോലെ വീടാണെങ്കിൽ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുക, വാഹനം എന്നും കഴുകി വൃത്തിയായി തുടച്ചു വയ്ക്കുക. വീട്ടിലൊരു ഭാഗത്തും പൊടിയും പടലങ്ങളും അഴുക്കുകളും ഒന്നും ഉണ്ടാകാൻ പാടില്ല. കൂട്ടർക്ക് എല്ലാ വർഷവും വീട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കും. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയെങ്കിൽ അത് നല്ല വൃത്തിയിട്ടുള്ള ഹോട്ടലായിരിക്കണം. ഒരു കല്യാണത്തിന് പോയാൽ അവിടെ ഇരിക്കാൻ കസേരയൊക്കെ ഉണ്ടെങ്കിലും ആ കസേരയിൽ ഇടത് കൈകൊണ്ട് ഒന്നുകൂടെ തുടച്ച് ഇരിക്കുന്നവരാണ്. ആഹാരം കഴിക്കാൻ ഇല കൊണ്ടുവച്ചാൽ അതൊന്ന് തുടച്ച് ഇത്തിരി വെള്ളം ഇലയിൽ കുടയും, അല്ലെങ്കിൽ ടവല് കൊണ്ട് ആ ഇല ഒന്നുകൂടെ തുടയ്ക്കും. ഇതൊക്കെ മലയാളികളുടെ ഒരു ശീലമാണ്. ഈ ശുചിത്വബോധം നല്ലത് തന്നെ. എന്നാൽ അമിതമായാൽ അതിലേറെ ദുരിതമായിരിക്കും ഫലം. ഒരു അതിവൃത്തി കണ്ണൻ നായരുണ്ടായിരുന്നു. കണ്ണൻ നായർ എന്ന പേര് അയാളെ വൃത്തി കൊണ്ട് അതിവൃത്തി കണ്ണൻ നായർ എന്ന് വിളിക്കും. ഇഷ്ടം ഏത് കാര്യത്തിലും ഒരു വല്ലാത്ത ശുചിത്വമാണ്. കുറച്ച് വെള്ളം കുടിക്കാൻ തരുന്നവൻ്റെ ജാതകം വരെ ഇദ്ദേഹത്തിന് അറിയണം. കുടിക്കുന്ന സ്ഥലത്തുകൂടെ താഴ്ന്ന ജാതിക്കാരൻ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെള്ളം കുടിക്കില്ല. ആള് വെജിറ്റേറിയനാണ്. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തു. അപ്പോഴാണ് മനസ്സിലായത് പണ്ട് ഇതൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു എന്ന്. അതുകൊണ്ട് അവിടെ ഒന്നും ഭക്ഷണം കഴിച്ചില്ല. ഇറങ്ങി നടന്നു. കുറേ ദൂരം നടന്ന് ഒരു വീട്ടിൽ ചെന്ന് കയറി. വളരെ പണ്ട് നടന്നൊരു സംഭവമാണ്. ഇന്നത്തെ പോലെ അടുത്തൊന്നും വീടുകളില്ല. ഒരു വീട് കഴിഞ്ഞ് 1 കിലോമീറ്ററെങ്കിലും നടന്നെങ്കിലേ അടുത്ത വീട് കാണുകയുള്ളൂ. ആ വീട്ടുകാരോട് കഴിക്കാൻ ആഹാരം ചോദിച്ചപ്പോഴാണ് അറിയുന്നത് സ്വജാതിയല്ല, താഴ്ന്ന ജാതിയാണ്. അവിടെ നിന്ന് ആഹാരം കഴിക്കാതെ മടങ്ങി. വൃത്തിയാണ്. വീണ്ടും കുറേ ദൂരം നടന്ന് മറ്റൊരു വീട്ടിൽ ചെന്ന് കയറി. അപ്പോഴറിയുന്നത് അവിടെ വിധവയാണ് ആഹാരം ഉണ്ടാക്കിയതെന്ന്. അത് എപ്പോഴാണ് അറിയുന്നത്? അവിടെ നിന്നും കഴിക്കാതെ മടങ്ങി വന്നു. കുറേ ദൂരം നടന്നു ഒരു പൈപ്പ് കണ്ടു. ആ പൈപ്പിൽ നിന്ന് കുറേ വെള്ളം കുടിച്ചു. വീണ്ടും നടക്കണം. നടത്തം തന്നെ. നടന്ന് മറ്റൊരു വീടിൻ്റെ മുറ്റത്തെത്തി. ഇനിയിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, ഇത്തിരി കിടന്നാ മതി എന്നായി. ആ വീട്ടുകാരെ വിളിച്ചുണർത്തി എങ്ങനെയാ ചോദിക്കുക? അവിടെ 2 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാ ഇപ്പോൾ ഇവരോട് കിടക്കാൻ സൗകര്യം ചോദിക്കുക? എങ്കിലും മടിച്ചു ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ 2 സ്ത്രീകളേ ഉള്ളൂ. എന്തായാലും ഒരാവശ്യം ചോദിച്ചു വന്നതല്ലേ, മടക്കി അയക്കുന്നില്ല എന്ന് പറഞ്ഞ്
ഒരു പായ എടുത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മുറ്റത്ത് കിടന്നോളൂ എന്ന്. ഇദ്ദേഹം ആ പായ മുറ്റത്ത് വിരിച്ച് നല്ലതുപോലെ ഒന്ന് നിവർന്നങ്ങോട്ട് കിടന്നു. അവിടെയുള്ള 2 സ്ത്രീകളിൽ ഒരാൾക്കന്ന് തൊട്ടുകൂടായ്മയാണ്. അതുകൊണ്ട് 2 പേരും 2 മുറിയിലായിട്ടാണ് കിടക്കുന്നത്. ഈ സമയത്ത് പുറത്തുള്ള കണ്ണൻ നായർക്ക് ഒന്ന് മുറുക്കണമെന്ന് തോന്നി. പക്ഷെ അടക്കയില്ല. പലയിടത്തും പരതി നോക്കി, കാണുന്നില്ല. തരി നമ്മൾ കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് മുറ്റത്ത് ഒരു കഷ്ണം അടക്ക കിടക്കുന്നു. വെയിലേറ്റ് ഉണങ്ങിയതാണ്. എങ്കിലും എടുത്ത് മുറുക്കി കാട്ടിച്ച് പൊട്ടിച്ച ശബ്ദം കേട്ട് ഏടത്തി അനിയത്തിയോട് പറയുക, മറ്റേ മുറിയിലേക്ക് വിളിച്ചു പറയുക, ലക്ഷ്മി, നീ ഇപ്പോൾ ഒരു ശബ്ദം കേട്ടോ? കേട്ടു ചേച്ചി, വലിയവരൊക്കെ വലിയവർ തന്നെയാണ്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചവച്ചിട്ട് പൊട്ടാതെ ഇരുന്ന് തുപ്പിയ അടക്ക കഷ്ണം പുറത്തുള്ള ആൾ കടിച്ചു പൊട്ടിച്ചത്. അത് മഹാൻ തന്നെയാണ്. കണ്ടോ ഇപ്പം എന്താ ഉണ്ടായത്? ശുചിത്വത്തിന് വേണ്ടി പട്ടിണി കിടന്ന ആളാ പൈപ്പ് വെള്ളവും കുടിച്ച്. എന്നിട്ട് ഇപ്പം എന്തുണ്ടായി? എന്തും അധികമായാൽ വിഷമാണ്, ഇത് ദോഷം ചെയ്യും എന്ന് മാത്രം പറയുന്നു. വെറുതെ ഒന്ന് ആലോചിക്കുക.